ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് രണ്ടാമത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഒരു ഭേദപ്പെട്ട നിലയിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യ മാച്ചിലെ ബാറ്റിംഗ് പ്രകടനം പോലെ അല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഇന്നലെ 218-ന് 2 എന്ന് പറയുന്ന നിലയിലാണ് മത്സരം അവസാനിപ്പിച്ചിരുന്നത്. രണ്ടാം ദിനം തുടങ്ങി രണ്ടാമത്തെ ഓവറിൽ തന്നെ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് നഷ്ടമായി. 175-ൽ നിൽക്കുമ്പോൾ ഒരു റണ്ണൗട്ടാണ്. അത് അൺനെസസറി ആണ്. അത് ജയ്സ്വാളിൻ്റെ തന്നെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. കാരണം പ്ലെയറുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തിട്ട് ടെസ്റ്റ് മാച്ച് അങ്ങനത്തെ റഷ് കാണിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ഔട്ടായി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡിയാണ് വന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയും ഗില്ലും കൂടെ ചേർന്ന് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പും ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. 91 റൺസിൻ്റെ നിതീഷ് കുമാർ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. 54 ബോളിൽ 43 റൺസ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ധ്രുവ് ജൂറിലെത്തി. ജൂറിലാണെങ്കിലും 44 റൺസ് എടുത്ത് ഔട്ടായി പോവുകയായിരുന്നു. അന്നേരമാണ് മത്സരം ഡിക്ലെയർ ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസത്തെ ഹീറോ തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലാണ്. 129 റൺസ് 196 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനമാണ് ഇന്ത്യയെ ഈ 518-ന് 5 എന്ന് പറയുന്നൊരു സ്കോർ വരെ എത്തിക്കാനായിട്ട് ഒരു നിർണായക കാരണമായത്. എന്നാൽ ഇന്ത്യയുടെ എല്ലാ ബാറ്റേഴ്സും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള എല്ലാ ബാറ്റേഴ്സും ഒരുവിധം ഡീസൻറ്റ് മിനിമം പെർഫോമൻസ് ഒക്കെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇപ്പം ജയ്സ്വാളിന് 175-ഉം അതുപോലെ രാഹുലിൻ്റെ 38-ഉം സായ് സുദർശൻ 87 റൺസ് എടുത്തു. ശുഭ്മാൻ ഗിൽ 129, നിതീഷ് കുമാർ റെഡ്ഡി 43, ധ്രുവ് ജൂറിൽ 44, അങ്ങനെയൊക്കെയുള്ള പ്രകടനങ്ങൾ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോളേഴ്സിനൊന്നും അത്ര ഒരു മികവ് കാണിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരുന്നു. ആകെ വരിക്കാൻ മാത്രമാണ് ഒരുവിധം ഭേദപ്പെട്ട നിലയിലെങ്കിലും പന്തെറിഞ്ഞത്. 3 വിക്കറ്റുകൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. 1 വിക്കറ്റ് റോസ്റ്റൺ ജെയ്സ് നേടി. പക്ഷേ അത് ധ്രുവ് ജൂറിൽ ഒരു 50 അടിച്ചതിന് ശേഷം എന്താണെങ്കിലും മിക്കവാറും ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നൊരു സാഹചര്യത്തിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു കൂറ്റനടിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അങ്ങനെയാണ് ധ്രുവ് ജൂറിൽ ഔട്ടായി പോകുന്നതും ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഇന്ത്യ ഡിക്ലെയർ ചെയ്യാം, 518-ന് 5 എന്ന് പറയുന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യാം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. എന്താണെങ്കിലും ഒന്നാം ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ തുടക്കത്തിൽ തന്നെ ക്യാമ്പലിൻ്റെ വിക്കറ്റ് പോയി. 10 റൺസ് മാത്രം എത്തി നിൽക്കുന്ന സമയത്താണ്. എന്നാൽ അതിനുശേഷം ഒരു ഭേദപ്പെട്ട നിലയിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കാൻ ചന്ദ്രപോളിനും അലിക്കിനും ചേർന്നിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അലി കദനീസും അതുപോലെ തന്നെ ഷെയ് ഹോപ്പും കൂടെ ചേർന്ന് ബാറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 106-ന് 2 എന്ന് പറയുന്ന നിലയിൽ നിന്ന് പെട്ടെന്ന് 107-ന് 4 അടുപ്പിച്ചടുപ്പിച്ച് വിക്കറ്റുകൾ നഷ്ടമാകുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അതല്ലായിരുന്നെങ്കിൽ ആ ഒരു 2 വിക്കറ്റ് മാത്രമേ പോയി നിന്നുള്ളായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഒരു 140-ന് 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഒരു റൺസ് എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നതന്നെ. പക്ഷേ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഇപ്പം റോസ്റ്റൺ ജെയ്സ് 1 റൺസ് പോലും എടുക്കാൻ പറ്റാതെ പുറത്താകുന്നൊരു സാഹചര്യം വന്നു. നിലവിലിപ്പം ടെവിൻ ഇംബ്ലാച്ചും അതുപോലെ തന്നെ ഷായ് ഹോപ്പുമാണ് ബാറ്റ് ചെയ്യുന്നത്. ഷായ് ഹോപ്പ് 31 റൺസ് 46 പന്തിൽ നിന്ന്. അതുപോലെ ഇംബ്ലാച്ച് നോക്കുകയാണെങ്കിൽ 14 റൺസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്കറ്റെങ്കിലും, ഇപ്പോൾ ഈ ഒരു വിക്കറ്റോ അടുത്ത വിക്കറ്റിലോ എങ്കിലും ഒരു 100-ഓ 150-ഓ റൺസിൻ്റെയൊക്കെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഫോളോ ഓൺ ഒക്കെ ഒഴിവാക്കി ഒരു 250-300 റേഞ്ചിലേക്കൊക്കെ എത്താനായിട്ട് പറ്റും. ഫോളോ ഓൺ ഒഴിവാക്കിയില്ലേ പിന്നെയും വെസ്റ്റ് ഇൻഡീസിന് ബാറ്റ് ചെയ്യും. അത് അവർക്കൊരു പ്രഷറായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ന് ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ പന്തെറിഞ്ഞത് സ്പിന്നേഴ്സാണ്. ഇപ്പം രവീന്ദ്ര ജഡേജയ്ക്ക് ഇന്ന് ബാറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ബോളിംഗ് കൊണ്ട് ഉഗ്രൻ പ്രകടനമാണ് രവീന്ദ്ര ജഡേജ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം 14 ഓവറിന് 37 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത്. അതൊരു കുൽദീപ് യാദവാണ് 1 വിക്കറ്റ് നേടിയത്. 12 ഓവറിന് 45 റൺസ് വിട്ടുകൊടുത്ത്. അപ്പോൾ ബൂംറയ്ക്കും സിറാജിനും ഒന്നും വിക്കറ്റുകൾ നേടിയെടുക്കാനായിട്ട് ഇതേവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നാളത്തെ കണ്ടീഷൻസൊക്കെ എങ്ങനെയായി വരും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. സോ ദാറ്റ്സ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് രണ്ടാം ദിനത്തെ പറ്റി, രണ്ടാം ടെസ്റ്റിലെ. അപ്പോൾ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ കൊടുക്കുമോ? കാരണം ആദ്യത്തെ ഒരു മാച്ചൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് തുടരെ വെസ്റ്റ് ഇൻഡീസിൻ്റെ താരങ്ങളൊക്കെ വിക്കറ്റ് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചെറുത്തുനിൽപ്പിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ മുന്നിലുള്ള ഒരു റണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 518 റൺസിൻ്റെ ഒരു വലിയ റൺസാണ്. ഇനിയും 378 റൺസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ലീഡിലേക്കൊക്കെ എത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയൊരു പർവ്വതം തന്നെയാണ് മുൻപിലുള്ളത്. അതെങ്ങനെ മറികടക്കണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഫോളോ ഓണെങ്കിലും ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വലിയ കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.